Welcome to another episode of Accounting Academy. It's me, Surendra Bedarpara, speaking to you. Today we are going to see a change in capital structure, a problem on capital structure with regard to a change in the existing capital structure. So if a change is occurred or if a change is considered in the existing capital structure, how it will reflect in the market price of equity shares and also the total earnings of equity shareholders. That we can see through one problem. Okay. Yes, the question is Alpha company is contemplating conversion of 514% convertible bonds of rupees 1000 each. Market price of the bond is rupees 1080. Bond indenture provides that one bond will be exchanged for 10 shares. Price earning ratio before redemption is 20:1 and anticipated price earning ratio after redemption is 25:1. Number of shares outstanding prior to redemption are 10,000. EBIT amounts to rupees 2 lakh. The company is in the 35% tax bracket. Should the company convert bonds into shares? Give reasons. Okay. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആൽഫ കമ്പനി ഈസ് കണ്ടംപ്ലേറ്റിംഗ് അവർ എന്താണ് വിചാരിക്കുന്നു കൺവേർഷൻ ഓഫ് 14% കൺവേർട്ടിബിൾ ബോൺസ് ഓഫ് rupees 1000 ഈച്ച്. 1000 കൺവേർട്ടിബിൾ ബോൺസ് ഉണ്ട്. ബോൺസ് എന്ന് വെച്ചാൽ ഡിബഞ്ചറാണ്. 1000 ബോൺസ് അവരുടെ കൈവശമുണ്ട്. ഓക്കെ. കൺവേർഷൻ ഓഫ് 14% കൺവേർട്ടിബിൾ ബോൺസ് ഓഫ് rupees 1000 ഈച്ച്. 1000 രൂപയാണ് ഒരു ബോണ്ടിൻ്റെ വില. അങ്ങനെ 500 ബോണ്ടാണ് കൈവശമുള്ളത്. 500 ബോണ്ട് കൈവശം ഉണ്ട്. അത് ഷെയർ ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അവർ വിചാരിക്കുന്നു. മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ബോണ്ട് ഈസ് 1080. ബോണ്ട് ഇൻറ്റൻച്ചർ പ്രൊവൈഡ്സ് ദാറ്റ്. ഇൻറ്റൻച്ചർ എന്ന് വെച്ചാൽ എഗ്രിമെൻ്റ് ആണ്, ഓർ അതർവൈസ് ആ ബോണ്ട് സർട്ടിഫിക്കറ്റ് ആണ്. പ്രൊവൈഡ്സ് ദാറ്റ് വൺ ബോണ്ട് വിൽ ബി എക്സ്ചേഞ്ച്ഡ് ഫോർ 10 ഷെയർസ്. ഒരു ബോണ്ടിന് തുല്യം 10 ഷെയറാണ്. എന്ന് വെച്ചാൽ ഒരു ബോണ്ട് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് തിരിച്ച് 10 ഷെയർ കിട്ടും. ബോണ്ട് കൊടുത്തിട്ട് ഷെയർ വാങ്ങിക്കുകയാണ്, ഒരു ബോണ്ടിന് 10 ഷെയറാണ്. അങ്ങനെ ആകുമ്പോൾ 500 ബോണ്ട് കൊടുക്കുന്ന സമയത്ത് 5000 ഷെയർ ആയിരിക്കും നമുക്ക് കിട്ടുക. പ്രൈസ് ഏണിംഗ് റേഷ്യോ ബിഫോർ റിഡംഷൻ. ഇപ്പോൾ റിഡംഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് 20:1 ആണ് പ്രൈസ് ഏണിംഗ് റേഷ്യോ. ഇനി അത് 25:1 ആയിട്ട് മാറും ആഫ്റ്റർ റിഡംഷൻ, പോസ്റ്റ് റിഡംഷൻ. നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് പ്രയർ ടു റിഡംഷൻ. ഇപ്പോൾ 10,000 ഷെയറാണുള്ളത്. ഇനി ആഫ്റ്റർ റിഡംഷൻ അത് 15,000 ആയിട്ട് മാറും. കാരണം 500 ബോണ്ട് ഇല്ലാതാവും, അതിന് പകരം 5000 ഷെയർ വരും. അപ്പോൾ 10,000 പ്ലസ് 15,000 ഷെയർസ് ആയിട്ട് മാറും. EBIT എമൗണ്ട്സ് ടു rupees 2 lakh. EBITക്കകത്ത് മാറ്റം വരില്ല. പോസ്റ്റ് റിഡംഷനും പ്രീ റിഡംഷനും സെയിം ആയിരിക്കും, 2 lakh ആയിരിക്കും. കാരണം ക്യാപിറ്റൽ സ്ട്രക്ചറിനകത്തുണ്ടാകുന്ന ചേഞ്ച് EBITയെ ബാധിക്കില്ല. The company is in 35% tax bracket. Should the company convert bonds into shares? കമ്പനി ഈ കൺവേർഷൻ നടത്തണമോ വേണ്ടയോ എന്നാണ് ചോദ്യം. അങ്ങനെ നടത്തണമെന്നുണ്ടെങ്കിൽ എന്താണ് കാരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഷെയറിൻ്റെ പ്രൈസ് കൂടുവോ അവരുടെ ഏർണിങ്സ് കൂടുവോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, ലെറ്റ് us see how to influence this redemption on market price of equity shares and also the earnings per share. ഓക്കെ, എങ്ങനെയാണ് അത് സ്വാധീനിക്കുക എന്ന് നോക്കാം. Yes, welcome back. Alpha company is contemplating to convert existing bonds to equity shareholders. Okay, equity shares. അതാണ് പ്രോബ്ലം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പ്രീ റിഡംഷൻ ആൻഡ് പോസ്റ്റ് റിഡംഷൻ. റിഡംഷന് മുമ്പ്, റിഡംഷന് ശേഷം രണ്ട് കേസുകളാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, ഫസ്റ്റ് EBIT. It is given that 2 lakh is the estimated amount of EBIT. 2 lakh. 2 ലക്ഷം രൂപയാണ് EBIT. ലെസ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ് എത്രയായിരിക്കും ഉണ്ടാവുക? പ്രീ റിഡംഷൻ നിങ്ങൾക്ക് 500 ബോൺസ് ഓഫ് rupees 1000 ഉണ്ട്. 500 ബോൺസ് ഓഫ് rupees 1000 എത്രയായിരിക്കും? 500 into 1000 that is equal to 50,000, 5 lakh, 50 lakh. 50 lakhs into what is the percentage of bond? 14%. Okay, 14%. 500, okay, not 50 lakh but 5 lakh. 5 lakh debentures. 5 lakh total debenture amount into 14%. That is equal to
70,000. 70,000 is the amount. 70,000. Yes. Pre-redemption 70,000. Redemption മുമ്പായിട്ട് ഡിബഞ്ചർ ഉണ്ട് 500 ഡിബഞ്ചേഴ്സ് ഓഫ് റുപ്പീസ് 1,000. അങ്ങനെയുള്ള ഡിബഞ്ചർ ഉണ്ട്. ആ ഡിബഞ്ചർ ക്യാപിറ്റലിന്റെ 14% ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കണം. പോസ്റ്റ് റിഡംഷന് ശേഷം അവിടെ ഡിബഞ്ചർ ഉണ്ടാവില്ല. അപ്പൊ അവിടെ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. സോ നൗ ഹിയർ ഇറ്റ് ഈസ് 1,30,000. 1,30,000 ആൻഡ് ഹിയർ 2 lakh itself. 2 lakh rupees തന്നെയാണ്. സോ ഇതാണ് EBT, earnings before tax. Then apply tax, less tax. Tax at 35%. 35% ആണ് ടാക്സ് പറഞ്ഞിരിക്കുന്നത്. 1,30,000 35% എത്രയാ? 45,500. 45,500. And in this case it is 70,000, I think so. Okay, 70,000. 70,000. Yes, deduct that tax. 1,30,000 minus 45,000 is equal to 85,000. 85,000, 1,30,000. So this is earnings after interest and tax. Earnings after tax. After tax. Earnings after tax means earnings available to equity shareholders. How much? 84,500. Sorry, 84,500 is the amount. Okay, 84,500. 84,500, 1,30,000. It is earnings after tax or earnings available to equity shareholders. Earnings to equity shareholders. 84,500 and 1,30,000. Any number of equity shareholders are number of equity shareholders. Equity shares and equity shares. Okay, equity shares and number pre-redemption. Question അകത്ത് തന്നിരിക്കുന്നു the existing equity number of shares outstanding prior to redemption are 10,000. 10,000 ആണ് ഇവിടെ pre-redemption. ഇനി പോസ്റ്റ് റിഡംഷൻ എത്രയായിരിക്കും ഇക്വിറ്റി ഷെയർസിന്റെ നമ്പർ? ഒരു ഷെയർ ഒരു ബോണ്ടിന് 10 ഷെയർ ആണ് തുല്യമാവുന്നത്. ഒരു ബോണ്ടിന് 10 ഷെയർ ആണ് എന്ന് വെച്ചാല് 500 ബോണ്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 5,000 ഷെയർ ആണ് കമ്പനി ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടത്, ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടത്. ഒരു ബോണ്ടിന് 10 ഷെയർ ആണെങ്കിൽ 500 ബോണ്ടിന് 5,000 ഷെയർ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ 5,000 ഷെയർ കൂടുതലായിട്ട് വരും. നേരത്തെ 10,000 ഷെയർ ഉണ്ട്. സോ 10,000 പ്ലസ് 5,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 15,000 ഷെയർസ് ആയിട്ട് മാറും. ഓക്കെ, ദെൻ ഏർണിങ്സ് per share is equal to 84,500 divided by 10,000 and 1,30,000 divided by 15,000. 84,500 divided by 10,000 is equal to 8.45. 8.45. And here 1,30,000 divided by 15,000 that is equal to 8.66. 8.66. So this is earnings per share. Okay, then earnings price earning ratio. Next, it is given in the question. Okay, price earning ratio is equal to price earnings ratio, PE ratio is equal to 20:1 here. Okay, 20 and here it is 25:1. Price earning ratio is equal to 20:1, 25:1. 20 and 25. Then എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? പ്രൈസ്. ഓക്കെ, എങ്ങനെയാ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്യുക? മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇസ് ഈക്വൽ ടു പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇസ് ഈക്വൽ ടു ഏർണിംഗ്സ് പെർ ഷെയർ ഇൻറ്റു പ്രൈസ് ഏർണിംഗ് റേഷ്യോ. 8.45 into 20, then 8.66 into 25, that is equal to rupees 169. Here it is 169, and in the second case 216.5. 216.5. So this is excuse me, come back. Here it is 169 and so 216.5. ഇതാണ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്ന അവസാനം?
give reasons. So, should the company convert bonds into shares? Give reasons. ഇങ്ങനെ കൺവേർട്ട് ചെയ്താൽ എന്താണ് സംഭവിക്കുക? ഏർണിങ്സ് പെർ ഷെയർ ഇറ്റ് ഈസ് 8.45 പ്രീ റിഡംഷൻ ആൻഡ് ഇറ്റ് ഈസ് 8.66 post redemption. That means if bonds are converted into shares, earnings of shareholders can be maximized. Earnings per share can be maximized. EPS can be maximized. And also, market price of equity shares it is increased from 169 to 216.5. Market price, in the case of a market price of shares, so we can see a jump in this case, 169 pre-redemption and 216.5 post-redemption. So, market price of equity shares can also be maximized by converting the bonds into equity shareholders. Therefore, it is better to convert the bonds into shares. Thereby, we can maximize earnings per share and also market price of equity shares. So, that would be the comment on this problem. Okay, thank you.